വന്ദിതാഘ്രിയുഗേ ദേവി സർവസൗഭാഗ്യദായിനി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. വന്ദിതാഘ്രിയുഗേ ദേവി സർവസൗഭാഗ്യദായിനി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. വന്ദിതാഘ്രിയുഗേ ദേവി, വന്ദിക്കപ്പെടുന്ന അഘ്രിയുഗങ്ങളുള്ള അല്ലയോ ദേവി, സർവസൗഭാഗ്യദായിനി, സർവസൗഭാഗ്യങ്ങളും തരുന്നവളെ. വന്ദിക്കപ്പെടുന്ന കണങ്കാലുകളോട് കൂടിയവളും സർവസൗഭാഗ്യങ്ങളും ദാനം ചെയ്യുന്നവളുമായ അല്ലയോ ദേവി, നീ എനിക്ക് രൂപവും ജയവും യശസ്സും തന്നരുളേണമേ, ശത്രുക്കളെ നശിപ്പിക്കണമേ. വന്ദിതാഘ്രിയുഗേ എന്ന പ്രയോഗം കൊണ്ട് സമസ്ത ലോകവും ദേവീപാദങ്ങളെ ശരണം പ്രാപിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ബ്രഹ്മാദികളായ ദേവന്മാർ, മഹാന്മാരായ ഋഷിമാർ, ഭാഗ്യവാന്മാരായ മനുഷ്യർ തുടങ്ങി ജ്ഞാനികൾ ദേവീപാദങ്ങളെ ശരണം പ്രാപിക്കുന്നു. അപ്രകാരം വൈശിഷ്ട്യമാർന്ന ദേവീപാദങ്ങളിൽ പ്രണമിക്കുന്നവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ദേവി ദാനം ചെയ്യുന്നു. സൗഭാഗ്യം എന്ന പദത്തിന് വലിയ ഭാഗ്യം, മഹത്തായ ഐശ്വര്യം, സൗന്ദര്യം, ശോഭ എന്നൊക്കെ അർത്ഥമുണ്ട്. സ്ത്രീകളുടെ കാര്യത്തിൽ സുമംഗലീത്വം എന്നും അർത്ഥം പറഞ്ഞു കാണുന്നു. ഭാഗ്യങ്ങളും സമൃദ്ധിയും സൗന്ദര്യവും സുമംഗലീത്വവും പ്രയത്നം കൊണ്ട് മാത്രം നേടാവുന്നതല്ല, ലോകമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാകേണ്ടവയാണ്. ദേവിയെ ഉപാസിക്കുന്നവർക്ക് അതെല്ലാം അനായാസമായി ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് സർവ സൗഭാഗ്യദായിനി എന്ന സംബോധന. അചിന്യരൂപചരിതേ സർവശത്രുവിനാശിനി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. അചിന്യരൂപചരിതേ സർവശത്രുവിനാശിനി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. അചിന്യ രൂപ ചരിതേ, ചിന്തിക്കാനാവാത്ത രൂപവും ചരിതവുമുള്ളവളെ, സർവശത്രുവിനാശിനി, എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കുന്നവളെ. ചിന്തിച്ചറിയാനാകാത്ത രൂപവും ചരിതവും ഉള്ളവളും എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കുന്നവളുമായ അല്ലയോ ദേവി, നീ എനിക്ക് രൂപവും ജയവും യശസ്സും തരയണമേ, എൻ്റെ ശത്രുക്കളെ നശിപ്പിക്കണമേ. ചിന്തിച്ചറിയാനാകാത്തതാണ് അചിന്യം. ദേവിയുടെ രൂപങ്ങൾ മനുഷ്യന് ചിന്തിച്ചറിയാൻ കഴിയാത്ത വണ്ണം അസംഖ്യവും വൈവിധ്യമുള്ളവയുമാണ്. പ്രപഞ്ചരൂപത്തിൽ പ്രതിഭാസിക്കുന്നത് ദേവീ ചൈതന്യം തന്നെ ആയതുകൊണ്ട് പ്രപഞ്ചത്തിലുള്ള സ്ഥാവര ജംഗമങ്ങളായ എല്ലാം ദേവിയുടെ രൂപങ്ങളാണ്. ദേശകാലാധിവർത്തിയായ പരാശക്തിയുടെ അനന്തകോടി രൂപങ്ങളെക്കുറിച്ച് ചിന്തിച്ചറിയാൻ വ്യക്തിക്ക് സാധ്യമല്ല. ഇനി പുരാണ ഇതിഹാസങ്ങൾ അനുസരിച്ച് പല ഘട്ടങ്ങളിൽ ദേവി സ്വീകരിച്ചിട്ടുള്ള അവതാരമൂർത്തികളുടെ രൂപവൈവിധ്യമാണെങ്കിലോ അവയും അസഖ്യങ്ങളാണ്. ഭൂമിയിൽ ദേവീ ചൈതന്യത്തെ സങ്കല്പിച്ച് ആരാധിക്കുന്ന ക്ഷേത്രങ്ങളും തീർത്ഥസ്ഥാനങ്ങളും എണ്ണിത്തീർക്കാനാവുന്നതല്ല. ആ മൂർത്തികളുടെ രൂപവും ചിന്തയ്ക്ക് അതീതമാണ്. ചരിതങ്ങളുടെ കഥയും ഇപ്രകാരം തന്നെയാണ്. ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിനും ലോകാനുഗ്രഹത്തിനുമായി ദേവി ഏതേതു ഘട്ടങ്ങളിൽ എവിടെയൊക്കെ അവതരിച്ചു എന്നും ധർമ്മസംസ്ഥാപനം എങ്ങനെയൊക്കെ സാധിച്ചു എന്നും ചിന്തിച്ചറിയാൻ സാധ്യമല്ല. ചിലതൊക്കെ പുരാണ ഇതിഹാസങ്ങളിൽ നിന്ന് നാം അറിഞ്ഞിട്ടുണ്ട്. അനന്തമായ കാലമാകെ ദേവിയുടെ ലീലയായതുകൊണ്ട് ദേവിയുടെ ചരിതങ്ങളും മനുഷ്യചിന്തയ്ക്ക് അതീതമാണ്. എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കുന്നവളായതുകൊണ്ടാണ് സർവശത്രുവിനാശിനി എന്ന സംബോധന. ശത്രു ശബ്ദം കൊണ്ട് അധർമ്മനിഷ്ഠരായ അസുരന്മാരെയും മറ്റും മാത്രമല്ല കുറിക്കുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു അവൻ്റെ ഉള്ളിൽ തന്നെയുള്ള വികാരങ്ങളാണ്. പാപം ചെയ്യണമെന്ന് ഒരു മനുഷ്യനും ആഗ്രഹിക്കാറില്ല. എങ്കിലും ഏതോ പ്രേരണ കൊണ്ട് മനുഷ്യൻ പാപം ചെയ്തു പോകുന്നു. ആ പ്രേരണയാണ് മനുഷ്യൻ്റെ ശത്രു. ഈശ്വരാനുഗ്രഹം കൊണ്ടല്ലാതെ ഇവയെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. ദേവിയുടെ കരുണാകടാക്ഷത്തിന് പാത്രമാകുന്ന ഭാഗ്യവാന് ബാഹ്യശത്രുക്കളെയോ തന്നിൽ തന്നെ കുടികൊള്ളുന്ന ശത്രുക്കളെയോ ഭയപ്പെടേണ്ട ആവശ്യമില്ല. സർവശത്രു വിനാശിനിയായ ദേവി എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കും.